RPS required to generate testing voltage in 500 volt megger. മെഗർ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, ഹൈ റെസിസ്റ്റൻസ് മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. അവിടെ എങ്ങനെയാണ്, അവിടെ ഒരു ഹൈ വോൾട്ടേജ് ഒരു DC ജനറേറ്റർ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അവിടെ ഹൈ വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് ഇപ്പോൾ 500,000 റേഞ്ചിലൊക്കെ ഉള്ള യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ട മാക്സിമം RPS ആണ് ചോദിച്ചിരിക്കുന്നത്. RPS ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ സാധാരണ മെഗറിൽ 500 വോൾട്ടേജ് വരിക 180 RPM ആണ്. 180 RPM RPSലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ RPSലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡ് ബൈ 60, അതായത് 180/60 എന്ന് പറയുന്നത് എത്ര വരും? 3 വരും അല്ലേ. അപ്പോൾ 3 RPS ആണ്, 3 RPS ആണ് ഇവിടെ ആൻസർ വരിക. ഓപ്ഷൻസിൽ ഓപ്ഷൻ ഡി 3 RPS. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഇൻ AC only, AC മാത്രം യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്. മൂവിങ് അയൺ, മൂവിങ് കോയിൽ, ഇൻഡക്ഷൻ, ഡൈനാമോമീറ്റർ. ഏതാണ്? ഇൻഡക്ഷൻ മീറ്റേഴ്സ് AC മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ മൂവിങ് കോയിൽ മീറ്റേഴ്സ് DC മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മൂവിങ് അയൺ ഡൈനാമോമീറ്റർ ഒക്കെ രണ്ടിലും യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫങ്ഷൻ ഓഫ് കോപ്പർ ഷെയ്ഡിംഗ് ബാൻഡ് ഇൻ ആൻ എനർജി മീറ്റർ ഈസ്. എനർജി മീറ്ററിൽ കോപ്പർ ഷെയ്ഡിംഗ് ബാൻഡ് എന്തിനാണ്? ടു മേക്ക് ദ പവർ ഫാക്ടർ 1, ടു അഡ്ജസ്റ്റ് ദ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് ടു 90, ടു ഇൻക്രീസ് ദ മാഗ്നറ്റിക് പവർ, ടു റെഡ്യൂസ് ദ ബർഡൻ. ഇതാണ് ഓപ്ഷൻ ബി. അതിനകത്ത് രണ്ട് ഫ്ലക്സുകൾ തമ്മിലുള്ള ആ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് കോപ്പർ ഷെയ്ഡിംഗ് ബാൻഡ് യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിൽ പഠിക്കുന്ന അതെ ആ ഷെയ്ഡിംഗ് ബാൻഡ്സിൻ്റെ പർപ്പസ് തന്നെയാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The testing of energy meter with low power loss. Energy meter testing with low power loss. Phantom loading, peer detonation test, direct loading, low current test. എന്താണ്? നമ്മൾ എനർജി മീറ്റർ ടെസ്റ്റുകൾക്ക് രണ്ട് മെത്തേഡ് യൂസ് ചെയ്യും അല്ലേ, ഡയറക്റ്റ് ലോഡിങ്ങും ഫാൻറ്റം ലോഡിങ്ങും. ഡയറക്റ്റ് ലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് വേണ്ട അത്രയും പവറിനെ ഡിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഫാൻറ്റം ലോഡിംഗ് ആണെങ്കിലോ ഒരു ലോ പവർ കൺസെപ്ഷനിൽ നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻസർ ഈസ് phantom loading. Next question. Time of the day meter can measure exactly ഏതാണ്? Time, resistance and time, maximum value, voltage and current, maximum demand. ആൻസർ എന്ന് പറയുന്നത് മാക്സിമം ഡിമാൻഡാണ്. ടൈം ഓഫ് ദ ഡേ അത് TOD മീറ്റേഴ്സ് എന്ന് പറയും അല്ലേ. TOD മീറ്റേഴ്സ് എന്താണ്? നമ്മൾ ടോട്ടൽ 24 hours 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 6 hours 6 hour ചെയ്ത് 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചത് പീക്ക് ടൈം, ഓഫ് പീക്ക് ടൈം, നോർമൽ ടൈം എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് ആ ഓരോ ടൈമിലെയും എന്താണ് മാക്സിമം ഡിമാൻഡും എനർജിയൊക്കെ മെഷർ ചെയ്യുന്ന ഒരു മീറ്ററാണ് ടൈം ഓഫ് ദി ഡേ മീറ്റർ. അത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലാണ് കൂടുതൽ യൂസ് ചെയ്യുക. ഓക്കെ.